ചങ്ങായിമാരെ ഇനിയുണ്ടല്ല ഇറാൻ ഒരു രക്ഷയില്ല. കാരണം നമ്മളെ ട്രംപെണ്ണം പറഞ്ഞ് ഇറാനെ ഇന്ന് തീർക്കുമെന്ന്. വേണമെങ്കിൽ ഇന്നലെ തീർക്കാൻ വേണ്ടി നമ്മളെ ട്രംപെണ്ണൻ റെഡിയായിരിക്കുന്നു. ഇപ്പൊ നമ്മളെ ട്രംപെണ്ണനുണ്ടല്ല ഉറങ്ങുമ്പോഴും ഉറക്കം ഞെട്ടുമ്പോഴൊക്കെ എന്താ പറയുന്നറിയാം, ഇറാനെ തീർക്കും, ഞാനിപ്പോ ഇറാനെ തീർക്കും. ഇത് മാത്രമേ നമ്മളെ ട്രംപെണ്ണിന് പറയാവുള്ളൂ. കാരണം നമ്മുടെ ട്രംപെണ്ണിന്റെ മൈൻഡ് കട്ടായി ഇത് മാത്രമേ ട്രംപെണ്ണിന് ഇപ്പൊ പറയുന്നുള്ളൂ. എന്ത് കഷ്ടമെന്നല്ലേ നമ്മുടെ ട്രംപെണ്ണിന്റെ അവസ്ഥ. 4 ദിവസം കൊണ്ട് ഞാൻ ഇറാനെ തീർക്കുന്നാണ് നമ്മുടെ ട്രംപെണ്ണൻ വീരവാദം മുഴക്കിയത്. പക്ഷെ ഈ 4 ദിവസം എവിടുന്നാണ് എപ്പോ തൊട്ടിട്ടാ കൂട്ടേണ്ടതെന്ന് ആർക്കും അറിയില്ല. ഒരു 5 വർഷം കൂടി കഴിഞ്ഞിട്ടാണോ ഈ 4 ദിവസം കൂട്ടേണ്ടത്? ഈ വീരവാദമൊക്കെ മുഴക്കിയിട്ട് 4 ദിവസം കൊണ്ട് ഇറാനെ തീർക്കുമെന്നുള്ള വീരവാദമൊക്കെ മുഴക്കിയിട്ട് യുദ്ധം തുടങ്ങിയിട്ട് നമ്മൾ അമേരിക്കയും തളർന്ന് ഇസ്രായേലും തളർന്ന്. പക്ഷെ ഈ യുദ്ധത്തെ പ്രതിരോധിച്ചുകൊണ്ട് തുടങ്ങി ഇറാൻ ഉണ്ടല്ല, ഇറാൻ ഇപ്പൊ തിരിച്ച് 1.5 അക്രമത്തിലാണ് ഉള്ളത്. അത് അതിശക്തമായിട്ട് തിരിച്ചടിക്കുന്ന ഇപ്പൊ ഇറാൻ. അതിന്റെ ഇടയ്ക്ക് ഈ ട്രംപിന്റെ പൊക്കളിയും കെട്ടിട്ട് ഈ യുദ്ധത്തിന് എടുത്തുചാടി നമ്മൾ നെതന്യാഹു ഇപ്പൊ ട്രംപിനെ വിളിച്ചിട്ട് എന്താ പറയുന്ന അറിയാം, വേട്ടാവളിയൻ ട്രംപേ, നിന്റെ പൊക്കളിയും കെട്ടിട്ട് ഈ യുദ്ധത്തിന് ഇറങ്ങി ഞാനുണ്ടല്ല ഇപ്പൊ സൂര്യപ്രകാശം കണ്ടിട്ട് 10 ദിവസമായി എന്നാണ് നെതന്യാഹു ഇപ്പൊ ട്രംപിനോട് പറയുന്നത്. അത് മാത്രമല്ല മനസമാധാനത്തോടെ കിടന്നുറങ്ങിയിട്ട് നമ്മൾ നെതന്യാഹു ഉണ്ടല്ല 10 ദിവസം കഴിഞ്ഞ് ഈ 2 വേട്ടാവളിയന്മാരും കൂടി ഇറാനെ 4 ദിവസം കൊണ്ട് ഭിത്തിയിൽ ഒട്ടിക്കുന്നു പറഞ്ഞാണ് ഈ യുദ്ധം തുടങ്ങിയത്. ഈ യുദ്ധം തുടങ്ങിയിട്ട് ഇത്ര ദിവസമായപ്പോ ഇപ്പൊ എന്താ സംഭവിച്ചെന്നറിയാം, ട്രംപിന്റെ കുറെ പട്ടാളക്കാരും നമ്മളെ നെതന്യാഹുവിന്റെ കുറെ മൊസാദ് ടീമുണ്ടല്ല ഭിത്തിയിൽ ഒട്ടിയിട്ടുള്ളത്. നമുക്ക് എന്തായാലും നമ്മുടെ ട്രംപുണ്ടല്ല ഇന്ന് രാത്രി ഇറാനെ തീർക്കുന്ന പറഞ്ഞാൽ ആ മനോഹരമായ ഒരു തള്ളു വാർത്ത കേട്ടിട്ട് വന്നാലോ. ഇറാന്റെ അന്ത്യവും പൂർണ്ണമായ നാശവും പരിഗണനയിലെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറങ്ങിയില്ലെങ്കിൽ ഇന്ന് ഇറാനെ രൂക്ഷമായി ആക്രമിക്കും. ഇറാൻ ഇനി മധ്യേഷ്യയിലെ ഭീകരരല്ല, മറിച്ച് വെറും പരാജിതരാണ്. നരകത്തിലേക്ക് തുരത്തപ്പെടുത്തുന്ന ഇറാൻ ക്ഷമാപണം നടത്തി അയൽക്കാരോട് കീഴടങ്ങണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടു. മനു ഭരത് ചേരുകയാണ്. മനു, ട്രംപ് ഇപ്പോൾ ഇറാനെ തകർക്കും, ഇറാനെ ഇല്ലാതാക്കുമെന്ന ഭീഷണി മുഴക്കുന്ന പശ്ചാത്തലമാണ് ഇന്ന് രാത്രിയിൽ രൂക്ഷമായ ആക്രമണത്തിനാണോ അമേരിക്ക തയ്യാറെടുക്കുന്നത്? ട്രംപ് ശക്തമായൊരു ഭീഷണിയാണ് തന്റെ സമൂഹ മാധ്യമത്തിലൂടെ ട്രൂത്ത് സോഷ്യലിലൂടെ വ്യക്തമാക്കുന്നത്. നേരത്തെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷ്കേഷിയാൻ ഒരു മാപ്പപേക്ഷ നടത്തിയിരുന്നു. സമീപത്തുള്ള ഈ GCC രാജ്യങ്ങളെയൊക്കെ ആക്രമിച്ചതിൽ അദ്ദേഹം ദുഃഖം രേഖപ്പെടുത്തിയിരുന്നു. തെഹ്റാനെ ഇങ്ങോട്ട് ആക്രമിക്കാത്ത പക്ഷം ഇറാൻ പ്രത്യാക്രമണം നടത്തില്ല എന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷ്കേഷിയാൻ ഇത് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അതിന് മറുപടിയായാണ് ട്രംപ് തന്റെ സമൂഹ മാധ്യമത്തിൽ ഇങ്ങനെ കുറിക്കുന്നത്. ഇന്ന് വളരെ ശക്തമായ രീതിയിൽ തന്നെ ഒരു പ്രത്യാക്രമണം ഉണ്ടാകും. മാത്രവുമല്ല ഇത് അന്ത്യം കുറിക്കുന്ന തരത്തിലായിരിക്കും. ഇറാന്റെ പെരുമാറ്റം വളരെ മോശമാണ്, അതിന് തക്കതായ ഒരു മറുപടി താൻ നൽകും എന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് നൽകിയിട്ടുള്ളത്. നമ്മുടെ ട്രംപെണ്ണം പറയുന്നതല്ല, ഇറാന്റെ പെരുമാറ്റം വളരെ മോശമാണ് പോലും. പിന്നെ നീ കല്യാണാലോചിക്കാനല്ലേ അങ്ങോട്ട് പോയിട്ടുള്ളത്, നിന്നോട് നല്ല രീതിയിൽ പെരുമാറാൻ വേണ്ടിയിട്ട്. ഇത്രയും ചെറ്റത്തരം കാണിച്ച നിന്നെയുണ്ടല്ല അവര് സ്വീകരിച്ച് അവിടെ ഇരുത്തിയിട്ടുണ്ടല്ല നല്ല കുഴിമന്തി വാരി തരാ ട്രംപ്. അവരുടെ രാജ്യത്തെ ഒരു കാരണവുമില്ലാതെ അങ്ങോട്ട് പോയി ആക്രമിച്ചിട്ട് തിരിച്ച് നല്ലോണം കിട്ടുമ്പോൾ പറയുന്നു, മോങ്ങിക്കൊണ്ട് പറയുന്നു അവരുടെ പെരുമാറ്റം ശരിയല്ല എന്ന്. നിങ്ങളൊക്കെ എന്താ കരുതത്, വെനസ്വലയും മറ്റുള്ള ചെറിയ രാജ്യങ്ങളൊക്കെ അങ്ങ് പേടിപ്പിക്കും പോലെ ഇറാനെ അങ്ങ് പേടിപ്പിച്ച് നിർത്താൻ പറ്റുന്ന? എന്റെ ട്രംപെണ്ണ, നിങ്ങളുടെ ഒരു കാര്യമില്ലാണ്ട് പോയി തൊട്ടതുണ്ടല്ല നിങ്ങളെ നാശത്തിന് വേണ്ടിയിട്ട്. പിന്നെ വേറൊരു കാര്യം, ഇറാന്റെ പെരുമാറ്റം വളരെ മോശമാണെന്ന് പറഞ്ഞ ഈ ട്രംപെണ്ണനില്ലേ, ഈ ട്രംപെണ്ണന്റെ പെരുമാറ്റം നല്ലതാണെന്ന് ഏതെങ്കിലും ഒരാള് പറയോ? അതും പൊട്ടെ, മറ്റുള്ള രാജ്യങ്ങളൊക്കെ വിട്. ഇയാളെ രാജ്യത്ത് ഇയാൾക്കെതിരെ പൊരുതുന്ന ഒരുപാട് യുവജനങ്ങളുണ്ട്. ഇയാൾക്കെതിരെ തെരുവിലിറങ്ങിയ ഒരുപാട് യുവജനങ്ങൾ, അവരിൽ ആരെങ്കിലും ഇയാളെ പറ്റി നല്ലത് പറയോ? അവർ തന്നെ ഇയാളെ കുറിച്ച് എന്താ പറയുന്നറിയാം, ഇയാള് നട്ടഭ്രാന്തനാണെന്ന്. പിന്നെ നമ്മുടെ ട്രംപണ്ണൻ ആദ്യം തള്ളിയത് കേട്ടില്ലേ, ഇറാന്റെ അന്ത്യം ട്രംപിന്റെ പരിഗണനയിലാന്ന് പോലും. ട്രംപണ്ണ, നിങ്ങൾക്ക് തെറ്റി. ഇറാന്റെ അന്ത്യം ഉണ്ടല്ല, ഇറാന്റെ അന്ത്യമല്ല നിങ്ങളെ പരിഗണനയിൽ. നിങ്ങൾ അന്ത്യം ഉണ്ടല്ല, അത് ഇറാന്റെ പരിഗണനയിലാണ് ഇപ്പൊ ഉള്ളത്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഈ യുദ്ധം നയിക്കുന്നത് നിങ്ങളും നെതന്യാഹു അല്ല, ഇപ്പൊ ഇറാനാണ് ഇപ്പൊ യുദ്ധം നയിക്കുന്നത്. അപ്പൊ ഈ യുദ്ധം എവിടെ തീർക്കണമെന്നും എപ്പോ തീർക്കണമെന്നും എങ്ങനെ തീർക്കണമെന്നും ഇറാൻ തീരുമാനിക്കും. ഇറാൻ മാത്രമേ തീരുമാനിക്കൂ. നിങ്ങളുടെ കയ്യിൽ നിന്നുണ്ടല്ല ഈ സംഭവം ഉണ്ടല്ല, ഈ യുദ്ധം ഉണ്ടല്ല, അതൊക്കെ എന്നേ കൈവിട്ടു പോയി എന്റെ ട്രംപെണ്ണ. അതെനിയും മനസ്സിലാകാത്ത കുറച്ച് ആൾക്കാർ, നിങ്ങളും നെതന്യാവും പിന്നെ കേരളത്തിലുള്ള കുറെ സംഖ്യകളും നിസ്സംഖ്യക്കും, ഇവർക്ക് മാത്രമാണ് ആ സത്യം ഇതുവരെ മനസ്സിലാകാത്തത്. ഇനി നമുക്ക് ട്രംപെണ്ണൻ കേരളത്തിലെ കർമ്മ ന്യൂസ് ഇല്ലേ, ആ കർമ്മ ന്യൂസിനെ വിളിച്ചു പറഞ്ഞ കുറച്ച് അടിപൊളി തള്ളുകൾ കേട്ടിട്ട് വന്നാലോ. ഇറാൻ നാവികസേനയുടെ കപ്പലുകൾ പിടിച്ചെടുക്കുന്നതിനേക്കാൾ മുക്കിക്കളയുന്നതാണ് കൂടുതൽ രസകരമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനിയൻ കപ്പലുകൾ തകർക്കുന്നത് സംബന്ധിച്ച് അമേരിക്കൻ സൈനികരോട് നടത്തിയ ഇടപെടലുകൾ വിവരിക്കവെയാണ് ട്രംപ് ഇത്തരമൊരു പരാമർശം നടത്തിയത്. ശത്രുക്കളുടെ കപ്പലുകൾ നശിപ്പിക്കുന്നതിനോടാണ് സൈനികർക്ക് കൂടുതൽ താൽപര്യം. അവ മുക്കുന്നത് കൂടുതൽ സുരക്ഷിതമായ മാർഗമാണെന്ന് അവർ വിശ്വസിക്കുന്നതായിട്ടും ട്രംപ് പറഞ്ഞിട്ടുണ്ട്. ഇറാന്റെ കപ്പലുകൾ മികച്ച ഗുണനിലവാരമുള്ള കപ്പലുകളാണെന്ന് സൈനികർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിൽ പിന്നെ എന്തുകൊണ്ട് നമുക്കവ പിടിച്ചെടുത്ത് ഉപയോഗിച്ചുകൂടാ എന്ന് താൻ ചോദിച്ചെന്നും, എന്നാൽ അവ മുക്കിക്കളയുന്നതാണ് സൈനികർക്ക് ഇഷ്ടമെന്ന മറുപടിയാണ് ലഭിച്ചതെന്നും ട്രംപ് പറഞ്ഞു. കപ്പലുകൾ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ അവ മുക്കുന്നതാണ് സുരക്ഷിതമെന്ന് സൈനികരുടെ
ട്രംപിന്റെ വാദം ശരിയായിരിക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. മാർച്ച് 4 ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ച് ഇറാന്റെ ഐറിസ് ദേന എന്ന കപ്പൽ തകർത്തതുമായി ബന്ധപ്പെട്ട് അമേരിക്കയും ഇറാനും തമ്മിലുള്ള തർക്കം രൂക്ഷമാവുന്നതിനിടെയാണ് ട്രംപിന്റെ പ്രസ്താവന. 87 പേരുടെ മരണത്തിനിടയാക്കിയ ഈ സംഭവത്തെ കടലിലെ ക്രൂരത എന്നായിരുന്നു ഇറാൻ വിശേഷിപ്പിച്ചത്. അതേസമയം ഇറാന്റെ നാവികസേന ഇപ്പോൾ പൂർണ്ണമായും സമുദ്രത്തിനടിയിലാണെന്നും ഏകദേശം 46 കപ്പലുകൾ ഇത്തരത്തിൽ തകർന്നുവെന്നും ട്രംപ് പറഞ്ഞു. അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി നടത്തുന്ന സൈനിക നീക്കങ്ങൾ ഇറാന്റെ നാവികസേനയെയും മിസൈൽ ഡ്രോൺ സംവിധാനങ്ങളെയും തകിടം മറിച്ചുവെന്നും ട്രംപ് അവകാശപ്പെട്ടിരുന്നു. എല്ലാരും കേട്ടല്ല, ഇറാന്റെ കപ്പലുകൾ കടലിലും മുക്കുന്നതിനാണ് നമ്മുടെ ട്രംപണ്ണനും ട്രംപണ്ണന്റെ ആരാധകർക്കും ഒരുപാട് താല്പര്യം പോലും. അങ്ങനെയാണ് നിങ്ങളെ താല്പര്യമെങ്കിലും ട്രംപണ്ണ നിങ്ങൾ നേരെയുണ്ടല്ല ഏതെങ്കിലും ഒരു ഉത്സവത്തിന് പോവാ, അവിടെയുണ്ടല്ല നല്ല കപ്പല് കളിപ്പാട്ടത്തിന്റെ കപ്പൽ കിട്ടും, അത് നേരെ നിങ്ങൾ നാട്ടിൽ കൊണ്ടുപോവാ. എന്നിട്ട് ആ കപ്പലിന്റെ മുകളിലുണ്ടല്ല ഇറാൻ പേര് എഴുതുക. എന്നിട്ട് ബക്കറ്റിലെ വെള്ളത്തിലുണ്ടല്ല മുക്കിക്കോ. അങ്ങനെ മുക്കി കളിച്ച് നിങ്ങൾ ആശ തീർക്കാൻ ട്രംപണ്ണ, ആശ തീർക്കാം. പിന്നെ നിങ്ങൾ ഇന്ത്യ നിന്ന് മടങ്ങി ഇറാന്റെ കപ്പലിനെ ചതിയിലൂടെ തകർത്തതാണ് വലിയ സംഭവമായിട്ട് കൊണ്ടു നടക്കുന്നെങ്കിൽ നിങ്ങൾ കണ്ടല്ല നാണവും മാനും ഉളുപ്പില്ലാന്ന് ഞാൻ പറയൂ. അങ്ങനത്തെ വൃത്തികെട്ട ടീമേ അതുപോലുള്ള ചതി ഉണ്ടല്ല വിജയിക്കാൻ വേണ്ടി ചെയ്യത്തുള്ളൂ എന്റെ ട്രംപണ്ണ. അങ്ങനെ ചതിയിലൂടെ അല്ലാതെ നേരിട്ട് പോയി ഇറാനോട് മുട്ടാൻ വേണ്ടിട്ട് ട്രംപണ്ണ നിങ്ങളെ കൊണ്ടാവില്ല എന്ന് നിങ്ങൾ സമ്മതിച്ചു കഴിഞ്ഞതാണ്. നിങ്ങളെ കൊണ്ട് മാത്രമല്ല ട്രംപണ്ണ, നിങ്ങളെ തള്ളും നിങ്ങളെ സഹായം പ്രതീക്ഷിച്ച് ഈ യുദ്ധത്തിൽ ഇറങ്ങിപ്പെട്ട നെതന്യാവൂല്ലേ മൂപ്പറെ കൊണ്ട് ഇറാനെ തൊടാൻ വേണ്ടിട്ട് ആവൂല ട്രംപണ്ണ. നിങ്ങൾ ഭയങ്കര സംഭവമായിട്ട് പറഞ്ഞു കിടക്കുന്ന നെതന്യാവുണ്ടല്ല ഇന്നലെ കർമ്മ ന്യൂസിനെ വിളിച്ചിട്ട് എന്താ പറഞ്ഞെന്നറിയാം? ഇറാനെ പേടിച്ചിട്ട് ബങ്കറിന്റെ ഉള്ളിന്ന് പിന്നെയും ബങ്കറിന്റെ ഉള്ളിലേക്ക് പോയിട്ട് ഇപ്പൊ ലാസ്റ്റ് ഉണ്ടല്ല മാവേലിന്റെ അടുക്ക് എത്തി പോലും പാതാളത്തിലെത്തി പോലും നിങ്ങളെ നെതന്യാവു. അവിടെ ഇപ്പൊ മാവേലിന്റെ ചെലവിലാണ് നെതന്യാവ് ജീവിക്കുന്നത്. ഇതേ പോക്കാണെങ്കിൽ അടുത്ത ഓണത്തിന് മാവേലിന്റെ കൂടെ മാത്രമേ പുറത്തിറങ്ങാൻ പറ്റുന്നെന്ന് നെതന്യാവു കർമ്മ ന്യൂസിലെ കർമ്മ സൈറ്റിനെ വിളിച്ച് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ട്രംപണ്ണല്ല നെതന്യാവിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും സഹായം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് പ്രതീക്ഷിക്കണ്ടട്ടാ. അതെല്ലാം തീർന്ന് അതെല്ലാം കഴിഞ്ഞ് ട്രംപണ്ണ. പിന്നെ ട്രംപണ്ണുണ്ടല്ല കപ്പല് മുക്കണം തോന്നുമ്പോഴല്ല ട്രംപണ്ണ നേരെ ഉണ്ടല്ല ട്രംപണ്ണ മുന്നേ ഇറാനിലേക്ക് അയച്ച ഒരു കപ്പലില്ലേ ഐസക് ന്യൂട്ടൻ, ആ കപ്പലിന്റെ അടുത്തേക്ക് പോകണം. ആ കപ്പലിൽ ഒരുപാട് പട്ടാളക്കാരുണ്ട്, അവരുണ്ടല്ല മുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണുള്ളത് എന്റെ ട്രംപണ്ണ. അവരെങ്ങാനും മുക്കിയാലുണ്ടല്ല അപ്പൊ അവര് പെട്ടുപോകും. കാരണം ആ കപ്പലിലുള്ള എല്ലാ ടോയ്ലറ്റും ഉപയോഗശൂന്യമായിട്ടാണുള്ളത് എന്റെ ട്രംപണ്ണ. അതുകൊണ്ട് ട്രംപണ്ണുണ്ടല്ല ആ പാവങ്ങളുടെ മുക്കലിനുണ്ടല്ല ഒരു ചെറിയൊരു പരിഹാരം കാണണം എന്റെ ട്രംപണ്ണ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇറാനെ മുക്കണോ അല്ലെങ്കിൽ സ്വയം മുങ്ങണോ എന്നൊക്കെ തീരുമാനിക്കുക എന്റെ പ്രിയപ്പെട്ട ട്രംപണ്ണ, എന്റെ തള്ളു ട്രംപണ്ണ. അതുകൊണ്ട് മിഥുന സിനിമ പറഞ്ഞ പോലെ ഇപ്പൊ തേങ്ങയെടുക്കും എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ ചിരിപ്പിക്കുന്ന എന്റെ ട്രംപണ്ണനും കൂടെ പാതാളത്തിൽ ഒളിച്ച എന്റെ നെതന്യാവിനും പിന്നെ അന്വേഷിപ്പെടുന്ന എല്ലാവർക്കും ഇതൊരു നല്ല സുലാൻ.